എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് PNC മാക്കിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. BSc നഴ്സിംഗിൻ്റെ PNC മാക്കിൽ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവരാണ് സെപ്റ്റംബർ 10-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പായി അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയവർ ടോക്കൺ ഫീ അടച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഇനി വരാൻ സാധ്യതയുള്ള ഡൗട്ട്സിലേക്ക് നമുക്ക് പോകാം. അതായത്, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, പക്ഷേ കിട്ടിയ കോളേജിൽ സാറ്റിസ്ഫൈഡ് അല്ല, അപ്പം ജോയിൻ ചെയ്യണം. കിട്ടിയ കോളേജ് താല്പര്യമില്ല എങ്കിൽ ടോക്കൺ ഫീ മാത്രം അടച്ചാൽ ഇപ്പോൾ അലോട്ടഡ് ആയിട്ടുള്ള സീറ്റ് ക്യാൻസൽ ആവും. കോളേജ് ജോയിൻ ചെയ്തിരുന്നതാണ് ഇപ്പോൾ അലോട്ടഡ് ആയിട്ടുള്ള സീറ്റ് ക്യാൻസൽ ആവുക. ടോക്കൺ ഫീ അടച്ചതുകൊണ്ട് ബാക്കിയുള്ള തുടർന്നുള്ള അലോട്ട്മെൻറ്റ്സിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും, പക്ഷേ ഇപ്പോൾ അലോട്ടഡ് ആയിട്ടുള്ള സീറ്റ് ക്യാൻസൽ ആവും. ഒരു പക്ഷേ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്, LBS BSc നഴ്സിംഗിനെ പോലെ ഇപ്പോൾ ടോക്കൺ ഫീ അടച്ച് കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ബെറ്റർ ഓപ്ഷൻ നോക്കാൻ താല്പര്യമാണ് എങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ ബെറ്റർ ഓപ്ഷൻ കിട്ടിയാൽ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് മാറിയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ ഡൗട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം LBS പോലെയല്ല PNC മാക്കും AMCS FNCക്കും ഒക്കെ എല്ലാം ഡിഫറൻറ്റ് അസോസിയേഷൻസ് ആണ്. PNC മാക്കിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, ആ കോളേജിൽ അഡ്മിഷൻ എടുത്താൽ അത് പെർമനൻ്റ് ആണ്, പിന്നെ നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് വേണ്ട എങ്കിൽ ജസ്റ്റ് ടോക്കൺ ഫീ അടച്ച് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ ബെറ്റർ ഓപ്ഷൻ കിട്ടിയാൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. PNC മാക്കിൽ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സും പിന്നെ ഫസ്റ്റ് ഇയർ ഫീസും ആണ് കൊടുക്കേണ്ടത്. ടോക്കൺ ഫീസ് അടച്ചില്ലെങ്കിൽ ഇനിയുള്ള അലോട്ട്മെൻറ്റ്സിലൊന്നും നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തു, ദാറ്റ് മീൻസ് പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തു എങ്കിൽ നിങ്ങൾക്ക് ഇനി ഫർദർ അലോട്ട്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും റിമൂവ് ആവും. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റ് വേണ്ട എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ടോക്കൺ ഫീ അടയ്ക്കുക, എന്നിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കോളേജസിൽ ഇൻഡെക്സ് ഏതുവരെ എടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഈ വർഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇൻഡെക്സ് 426 വരെയാണ് ലാസ്റ്റ് ചില കോളേജസിൽ എടുത്തിട്ടുള്ളത്. ടോപ്പ് കോളേജസിലൊക്കെ ഒരു 440 എബോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോളേജിലൊക്കെ 436, 438 ആ ഒരു റേഞ്ച്. മാക്സിമം പോയാൽ 426ൻ്റെ അകത്ത് വരെ എടുത്തിട്ടുള്ളൂ. സോ ഇത് കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്ല, ഓപ്ഷൻ റീഅറേഞ്ച്മെൻ്റ് ആണ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാൻ എങ്ങനെയെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ PNC മാക്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ ID പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ആവും. അപ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻസ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത കോളേജസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ചേഞ്ച് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം കൊടുത്ത കോളേജസ് എല്ലാം അതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കോളേജ് ലിസ്റ്റ് വരും. അതിൽ ഓരോ കോളേജിൻ്റെ അറ്റത്ത് ഒരു ബാർ കാണാൻ സാധിക്കും. ഓരോ കോളേജിന് നേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആദ്യത്തെ കോളേജാണ് റീഅറേഞ്ച് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കോളേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യാത്തതും ആഡ് ചെയ്തതുമായിട്ടുള്ള കുറേ കോളേജ് അതിൽ വരുന്നുണ്ടാവും. ആ കോളേജസിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് ആദ്യം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് റീഅറേഞ്ച് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ടൈമിൽ 10 കോളേജാണ് PNC മാക്കിൽ കൊടുക്കാൻ സാധിക്കുക. ആ 10 കോളേജസ് 5 കോളേജസാണ് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 5 കോളേജസ് മാത്രമേ റീഅറേഞ്ച് ചെയ്യാൻ പറ്റൂ. എക്സ്ട്രാ ആയിട്ട് 5 കോളേജസിന് 6 കോളേജസ് ആക്കാനോ അങ്ങനെ പറ്റത്തില്ല. വേണമെങ്കിൽ 5 കോളേജസിനെ മാറ്റി വേറെ കോളേജസ് നമുക്ക് ആക്കാൻ പറ്റും, അല്ലാതെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ആഡാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് റീ ഓർഡർ ചെയ്തിട്ട് ലാസ്റ്റ് അതിൻ്റെ ഏറ്റവും അവസാനം ഒരു ബട്ടൺ കാണും, സബ്മിറ്റ് ബട്ടൺ. ആ ബട്ടൺ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്താലേ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം സേവ് ആവുകയും സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ആവുകയും ചെയ്യുള്ളൂ. ഇനി അലോട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്. PNC മാക്ക് BSc നഴ്സിംഗിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റും പിന്നെ വേക്കൻറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ സ്പോട്ട് അലോട്ട്മെൻറ്റും ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് വരുമ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഇതിനെപ്പറ്റി കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ
കമൻ്റായിട്ട് ചോദിക്കുക. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.